തലേ ദിവസം മൺപാത്രത്തിൽ വിശ്രമിച്ചിരുന്ന കടലകൾ പ്രഭാതത്തിൽ കുളിച്ച് കുട്ടപ്പന്മാരായി കടലക്കറിയാകാനുള്ള യാത്രയ്ക്ക് പുറപ്പെട്ടു. കറിക്കൽപ്പം കൊഴുപ്പ് പകരാൻ തേങ്ങയെ വിളിച്ചപ്പോൾ ഇന്ന് എന്നെ വിളിക്കണ്ട, എന്നെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് പറഞ്ഞ് അവൾ അങ്ങ് മാറി നിന്നു. അപ്പോഴാണ് കടല തന്നെ മുന്നോട്ട് വന്നത്. വേവിച്ച കടലയുടെ ഒരു പങ്ക് മിക്സിയുടെ മായാലോകത്തിൽ ലയിച്ച് ബാക്കിയുള്ളവരുമായി വീണ്ടും ചേർന്നു. മീറ്റ് മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളകുപൊടി എന്നീ സുഗന്ധ സാധുക്കളും കടുകും വെളിച്ചെണ്ണയും കുഞ്ഞുള്ളിയും ചേർന്ന് ആ യാത്രയെ കൂടുതൽ മനോഹരമാക്കി. എൻ്റെ കൂട്ടുകാരൻ ആരാവുമെന്ന കടലക്കറിയുടെ ചിന്ത തൊട്ടടുത്തിരുന്ന പപ്പടം മാറ്റിക്കൊടുത്തു. അങ്ങനെ പുട്ടുപൊടിയും തേങ്ങയും ഉപ്പും ഒന്നായി കടലക്കറിയുടെ കൂട്ടായി ആവി പാറി വെന്തുയർന്നു. ഒടുവിൽ പ്രഭാത ഭക്ഷണം എന്ന അന്നത്തെ മഹത്തായ പദവിയിലേക്ക് എല്ലാവരുടെയും ഏകക്ഷണമായ തീരുമാനത്തിൽ പുട്ടും കടലക്കറിയും തിരഞ്ഞെടുക്കപ്പെട്ടു.